2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റണില്ല. ഡൽഹിയിൽ 4 ലക്ഷം റുപ്യക്ക് BMW, 2.5 ലക്ഷം റുപ്യക്ക് ഫോർച്യൂണർ ഓട്ടോമാറ്റിക്, ക്രിസ്റ്റക്കൊക്കെ 1.5-2 ലക്ഷം റുപ്യ ഉള്ളൂ. ആകെ പൊളിച്ചെന്ന് കേട്ടത് കേട്ടോ. ഏതോ ഒരുത്തം വന്ന് ഫേസ്ബുക്കിലിട്ട് പഴയ ന്യൂസും കൊടുത്ത് കാണ്ട് ആകെ മോട്ടറാക്കി. സംഭവം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഇന്ത്യയല്ല മക്കളെ, ഇവിടുത്തെ നിയമം നമ്മൾ കുമ്പിട്ട് നീരുമ്പോക്ക് മാറൂലേ? നിങ്ങൾ മനസ്സിലാക്കണ്ടേ? പെട്രോൾ പമ്പിലൊക്കെ AI ക്യാമറ വെച്ചേക്കുണ്ടെന്ന്. വണ്ടി പെട്രോളോ ഡീസലോ അടിക്കാൻ വന്നാൽ തൂക്കിയിട്ട് അപ്പം സ്ക്രാപ്പാക്കുന്നു കേട്ട്. വില ഇങ്ങനെ കുറച്ച് കൊടുക്കുന്നുണ്ട്. കുറേ കച്ചവടക്കാർ പ്രതികരിച്ചു. ഒടുവിന് കുറേ ആൾക്കാർ ഒന്നും കേൾക്കാതെ എന്താക്കി, ട്രെയിൻ ടിക്കറ്റൊക്കെ ഫുള്ള് തൽക്കാലം നോക്കിയിട്ട് കിട്ടാനില്ല. സൈറ്റ് ഓപ്പൺ ആണില്ല. കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് നോക്കണ് ഫ്ലൈറ്റിന് പോവാൻ, കണ്ണൂരിൽ നിന്ന് കിട്ടാത്തവൻ കൊച്ചിയിൽ നിന്ന് നോക്കണ്, കൊച്ചിയിൽ നിന്ന് കിട്ടാത്തവൻ കോഴിക്കോട് നിന്ന് നോക്കണ്, കോഴിക്കോട് നിന്ന് കിട്ടാത്തവരൊക്കെ കോയമ്പത്തൂർ വരെ നോക്കിയെന്നാണ് കേട്ടുന്നത്. കുറേ ആൾക്കാർ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. നേരം വെളുത്ത് ടൗസറും കുപ്പായിട്ട് വണ്ടി നോക്കാൻ നേരത്ത് ന്യൂസ് തുറന്നു നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. കാണുന്നുണ്ട് നിങ്ങൾ? ഇനി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം കേട്ടോ. ജനരോഷം കടുത്തു. പഴയ വാഹനങ്ങൾക്ക് ഇന്ധനം നൽകരുതെന്ന ഉത്തരവ് പിൻവലിച്ച് ഡൽഹി സർക്കാർ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഓരോരുത്തരെ വാക്കും കേട്ട് ടൗസറും കുപ്പായിട്ട് നിങ്ങൾ ഏതായാലും പോയി. ഇനി ഞാനൊരു ഐഡിയ പറഞ്ഞത്, ഏതായാലും നിങ്ങൾ ഡൽഹിയിലെത്തി, ആദ്യം നിങ്ങൾ ഡൽഹി ഒന്ന് കറങ്ങുക. ഡൽഹി കറങ്ങുക, അത് കഴിഞ്ഞ് നിങ്ങൾ താജ്മഹൽ കാണുക. പറ്റുമെങ്കിൽ ഗഫാർ മാർക്കറ്റിൽ പോയാൽ ഇതേ മാർക്കറ്റ് റേഞ്ച് റോവർ കിട്ടും. നിങ്ങൾക്ക് 250-300 റുപ്യക്ക് ബൾക്ക് എടുക്കുകയാണെങ്കിൽ നല്ല വിലക്കമ്മിൽ കിട്ടും. നിങ്ങൾക്ക് റേഞ്ച് റോവർ നിർത്താൻ പെരി സ്ഥലമില്ലെങ്കിൽ ഇതേ മാർക്കറ്റ് താറ് കിട്ടും. നല്ല താറ് ഓഫ് റോഡ് പോകാൻ പറ്റും. ഇതിനാണെങ്കിൽ യാതൊരു ക്ഷാമവും ഇല്ല അവിടെ. അതൊക്കെ വാങ്ങി നല്ല പെട്ടി നിറച്ച് ഒരു വലിയൊരു കാർട്ടൂൺ നിറച്ച് വാങ്ങി ഞങ്ങൾ ടിക്കറ്റിൻ്റെ കാര്യങ്ങൾ കിട്ടും, പോയ ഫുഡും കിട്ടും. അതിൻ്റെ ഒക്കെ ഇവിടെ കൊടുന്ന് വിറ്റാൽ മതിയെന്ന്. അത് കഴിഞ്ഞിട്ട് നേരങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ലഡാക്കൊക്കെ പോയിട്ട് മനസ്സൊക്കെ ശാന്താക്കി തണുപ്പിച്ചിട്ട് നിങ്ങൾ കിട്ട് വരി. നിങ്ങൾ വന്നിട്ട് ഇത് വിറ്റൂടി മക്കളെ. ഇതിന് NOC വേണ്ട, എണ്ണ വേണ്ട, ഇങ്ങനെ ഒരു ബലിന് വലിച്ചിട്ട് ഞാൻ വിട്ടാൽ മതി. അവിടെ പോയൊരു പോക്ക്. അപ്പം എങ്ങനെ ഇത് എടുക്കണം? അത് ഡൽഹിയിൽ നിന്ന് 3 ലക്ഷം റുപ്യക്ക് ഫോർച്യൂണർ എടുക്കണം. BMW വേറെ ഉണ്ട്. അപ്പം എങ്ങനെ ഒന്ന് നോക്കിയാലോ? ഞാൻ അവിടുന്ന് കിട്ടാത്തോളം ഇതുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ. ഇത് നമ്മളെ അയിമുണ്ട് ഇട്ടാ. ഇവിടെ ഇതിന് 350, ഇതിന് 290 ആണ്. അപ്പോൾ അവിടെ പോയി അന്വേഷിച്ചാൽ നല്ല വെൽക്കം ഉണ്ട്. ഇടുക്കല്ലേ?